മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു, 131 പേർക്ക് പരിക്കേറ്റു. യമൻ തലസ്ഥാനമായ സനയിലും അൽ ജാഫ് ഗവർണറേറ്റിലുമാണ് ആക്രമണം ഉണ്ടായത്. റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഹമാസ് നേതാക്കളെ ഉന്നമിട്ട് വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ദോഹ ആക്രമണത്തിൽ രക്ഷപ്പെട്ടവരെ പിടികൂടുമെന്നാണ് മുന്നറിയിപ്പ്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യമൻ തലസ്ഥാനമടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പും യമൻ കേന്ദ്രീകരിച്ചും ഹൂതി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിപ്പോൾ ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു, കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇസ്രായേൽ എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം, അല്ലേ? ആര്യ, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങളെ ആക്രമിച്ചാൽ അവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇസ്രായേൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ദോഹ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ജെറുസലേമിൽ ഇത്തരത്തിൽ ഈ ഒരു അറ്റാക്ക് ഈ ഒരു ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു, ഹമാസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു തിരിച്ചടി കൂടിയായിരുന്നു ഈ ദോഹയിലെ അറ്റാക്കിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് റാമോൺ വിമാനത്താവളത്തിൽ ഹൂതികളുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ അറ്റാക്കിനുള്ള മറുപടിയായാണ് ഈ യമൻ തലസ്ഥാനത്തേക്ക് അവർ ബോംബ് വർഷം നടത്തുകയും ചെയ്തു. അതിൽ ഏകദേശം 35ഓളം പേർ ഇതുവരെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 130-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങളാണ് യമൻ എംബസി അറിയിക്കുകയും ചെയ്യുന്നത്. വിദേശകാര്യ മന്ത്രാലയം അത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ, അതായത് നിരവധി കെട്ടിടങ്ങൾ ഈ ബോംബാക്രമണത്തിൽ തകർന്നു വീണിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതായത് തെക്ക് പടിഞ്ഞാറുള്ള 60-ാം സ്ട്രീറ്റിലെ ഒരു ആശുപത്രി കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. ഒപ്പം തന്നെ അൽജാഫിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവിടെ ഉൾപ്പെടെയുള്ള സിവിലൻ റെസിഡൻഷ്യൽ മേഖലകളിലും ആക്രമണം നടന്നതായിട്ട് മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സനയിലെ അൽസിത്തീൻ സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സെന്ററിനെ ഇസ്രായേൽ ജെറ്റുകൾ ലക്ഷ്യമിട്ടതായും യമൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വ്യാപകമായിട്ടുള്ള ആക്രമണം, പ്രത്യേകിച്ച് നമുക്കറിയാം യമനിൽ നേരത്തെയും സമാനമായ ആക്രമണങ്ങൾ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിരുന്നു. ഇത് ഇപ്പോഴും സമാനമായ ആക്രമണം തന്നെയാണ് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ, പ്രത്യേകിച്ച് ഹൂതികളുടെ അവർക്ക് നിയന്ത്രണമുള്ള മേഖലകളിൽ തന്നെയാണ് ഈ ആക്രമണം നടന്നതെങ്കിൽ പോലും തന്നെ മറ്റിടങ്ങളിൽ, അതായത് മറ്റ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി താമസിക്കുന്ന, അധിവസിക്കുന്ന മേഖലയിൽ കൂടിയാണ് ഇത്തവണ ആക്രമണം നടന്നതെന്നാണ് പ്രത്യേകത എന്നുള്ളതാണ്. ഹൂതികളുടെ ക്യാമ്പുകൾ, ഒപ്പം തന്നെ ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം, ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവ ഇസ്രായേൽ ലക്ഷ്യമിട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ അത് ആരായാലും അവരെ ഒരു തരത്തിലും വിടില്ല, അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശൈലി അത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് യമനിലെ അറ്റാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം ഈ ദോഹയിൽ ഈ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിന് ഒരു ദിവസത്തിന് തൊട്ടു പിന്നാലെയാണ്, അതായത് ലോകരാജ്യങ്ങളൊക്കെ അപലപിച്ച് ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം, GCC അടക്കം സംയുക്തമായി തന്നെ അപലപിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ ഇടയിൽ തന്നെയാണ് യമനിലെ തലസ്ഥാനത്തേക്ക് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖത്തറിന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം, അതിനെ ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഒരേപോലെ അപലപിക്കുന്നത് നമ്മൾ കണ്ടതാണ്, പ്രതിഷേധം അറിയിക്കുന്നത് കണ്ടതാണ്. UN പോലും ഈ വിഷയത്തിൽ ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചത്. ഈ സമാധാന ശ്രമങ്ങൾക്കെല്ലാം എതിരായി, അതിനോടൊന്നും ഒരു അയവും കാണിക്കാതെ, അതിനെ ഒന്നും മാനിക്കാതെ മുന്നോട്ട് പോകുന്ന ഇസ്രായേലിന്റെ ഈ നീക്കത്തെ വളരെ ശക്തമായ ഭാഷയിലാണ് UN അടക്കം വിമർശിച്ചത്. പക്ഷേ ഈ വിമർശനങ്ങളോ മറ്റ് വിമർശനങ്ങളും കാര്യങ്ങളും ഒന്നും വകവെക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ, രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നല്ലേ ഇസ്രായേലിന്റെ ഈ യമൻ അടക്കമുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്?
അരിയ തീർച്ചയായും, കാരണം അങ്ങനെ തന്നെയാണ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ദോഹയിൽ നടത്തിയ അറ്റാക്കിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഹമാസ് നേതാക്കളെ ഞങ്ങൾ വെറുതെ വിടില്ല, അതിൽ രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. യുഎസിലെ ഇസ്രയേൽ അംബാസഡറാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ, യുഎസിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നടക്കുകയും ചെയ്തത്. അതായത് തങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച പ്രകാരമാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ദോഹയിൽ അറ്റാക്ക് നടത്തിയത്. അത് കൃത്യമായി യുഎസിനെ അറിയിക്കുകയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് ചില അതൃപ്തിയുള്ളതായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത് ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളതാണ്, ഈ വിവരം ഖത്തറിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിനെ ഇത്തരത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം അമേരിക്കയും ഒപ്പം തന്നെ ഖത്തറുമായി വളരെ ഊഷ്മളമായ ബന്ധമുണ്ട്. ഖത്തറിലാണ് യുഎസിന്റെ പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ തന്നെ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഇത്തരത്തിൽ ഖത്തറിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാം എന്ന സൂചനകൾക്കിടയിൽ കൂടിയാണ് ട്രംപ് ഇസ്രായേലിനെ തള്ളാതെയും കൊള്ളാതെയും രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഖത്തർ അമീറുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചപ്പോൾ ഇനിയൊരു ആക്രമണം ഇതേ രീതിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിനിടയിൽ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, ഈ വിഷയം കൃത്യമായി ഇസ്രായേൽ യുഎസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പച്ചക്കൊടി ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ എന്തായാലും മുതിർന്നെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള അത് ഒരു വശം നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, തങ്ങളെ ആക്രമിച്ചാൽ അത് ആരായാലും വെറുതെ വിടില്ല എന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ ഇത്രയും അധികം വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി രക്തച്ചൊരിച്ചിൽ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയും വലിയ വിമർശനം ഇസ്രായേലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. GCC ഒന്നടങ്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്നത് ഇത് ആദ്യമായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പോലും യമൻ അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേൽ മുതിർന്നിട്ടുണ്ട് എങ്കിൽ ഒരു തരത്തിലും ഇതിലൊന്നും ഈ വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തിരിച്ചടി നൽകുമെന്നുള്ള പേടിപ്പെടുത്തലിലോ ഭയപ്പാടിലോ ഒന്നും തന്നെ ഭയപ്പെടാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അറ്റാക്കുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഹമാസിനെയും ഒപ്പം തന്നെ ഹൂതികളെയും ഒരേപോലെ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, അതായത് ഇനി തങ്ങളെ ആക്രമിച്ചാൽ അതിന് ഇനി ഇതിലും വലിയ രൂക്ഷമായ മറുപടിയായിരിക്കും നൽകാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിലൂടെ അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഇവരെ സംരക്ഷിച്ചാൽ, പ്രത്യേകിച്ച് യമൻ ഹൂതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ, GCCയിലെ പല രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹൂതികളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ ഇസ്രായേൽ വെച്ചു പുലർത്തുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖത്തറിന് നേരെ ഉണ്ടായ ആക്രമണമാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ നേരത്തെ ഈ ആക്രമണം നടന്നതിന് ശേഷവും മധ്യസ്ഥത വഹിക്കാം, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഖത്തർ അറിയിച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ ഭീഷണി വന്നിട്ടുള്ളത്. ഇനിയും ആക്രമണം നടത്തും, ഖത്തറിന് നേരെയാണെങ്കിലും ഇനിയും ആക്രമണം നടത്തും എന്നുള്ള ഭീഷണി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇനിയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ, ഖത്തർ അടക്കം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളുടെ നിലപാട് എന്താകും? മധ്യസ്ഥതയിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമോ? അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഗാസയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള ചർച്ച അത് എങ്ങുമെത്താതെ പോകും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പുറമെ മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഖത്തറായിരുന്നു. ഖത്തർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൽ കടുത്ത അതൃപ്തി നേരത്തെ തന്നെ യുഎസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നുള്ള അഭ്യർത്ഥന ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. കാരണം ഈ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാതെ മുന്നോട്ട് പോയാൽ ഈ ഇസ്രായേൽ നടത്തുന്ന ഈ രക്തച്ചൊരിച്ചിൽ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ട് പോവുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് അത് അവരുടെ വരുതിയിലേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. കാരണം മറ്റിടങ്ങളിൽ ഏകദേശം 80% പ്രദേശം, ഗാസയിലെ പ്രദേശം ഇപ്പോഴും ഇസ്രായേലിന്റെ അധീനതയിലാണ്. 20% പ്രദേശം മാത്രമാണ് ഇനി പിടിച്ചടക്കാൻ ബാക്കിയുള്ളത്. ആ മേഖലയിലേക്ക് കൂടി കടന്നു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കുമെന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു മുന്നറിയിപ്പ് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട്
മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖത്തർ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നിലുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ അനന്തമായി നീങ്ങി, അതായത് ഈ ഇസ്രായേലിന്റെ ലക്ഷ്യം അത് ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്യും. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ്. ഹമാസിനെ നിരുപാധികം കീഴടക്കി ആയുധം താഴെ വെപ്പിച്ച് അവരെ മുഴുവൻ നേതാക്കളെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇത്തരത്തിലൊരു നീക്കം. പ്രത്യേകിച്ച് ഖത്തർ പോലൊരു രാജ്യത്തേക്ക് ഒരു ആക്രമണം നടത്താൻ, പ്രത്യേകിച്ച് ഹമാസിന്റെ നേതാക്കൾ അവിടെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തുമ്പോൾ അങ്ങനെ ഒരു ആക്രമണം നടത്താൻ എന്തായാലും ഇസ്രായേൽ തുനിഞ്ഞതെന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അനന്തമായി ഇങ്ങനെ നീണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു ചർച്ചകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ അടക്കമായിരുന്നു US മുന്നോട്ട് വെച്ചിരുന്നത്. ആ കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരുന്നു ഖത്തറിൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതൊക്കെ ഇനി എപ്പോൾ നടക്കും, അല്ലെങ്കിൽ അതിനി ആര് മധ്യസ്ഥത വഹിക്കും, അല്ലെങ്കിൽ ഖത്തർ വീണ്ടും മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുമോ, ഇസ്രായേലുമായി ഒരുമിച്ചൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഇപ്പോൾ അവസാനിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. യെസ്, തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർത്തത്. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുകയാണോ എന്ന വലിയ ആശങ്കയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്.